പ്രവാസികളുടെ പ്രിയ ഇടമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഒട്ടുമിക്ക മലയാളികളും ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് തൊഴിൽ ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്കും പ്രവാസികൾ ഏറെ പ്രിയപ്പെട്ടവരാണ്. തങ്ങളുടെ നാടിന്റെ വളർച്ചയ്ക്ക് നട്ടെല്ലാകുന്നവർ. അവരെ ഒരിക്കലും കൈവിടില്ലെന്നും അവർക്കെതിരെ ഒരു വിവേചനവും ഉണ്ടാക്കില്ലെന്നും അറിയിക്കുകയാണ് കുവൈറ്റ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസികളെ തേടിയെത്തുകയാണ് ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ തൊഴിലിടങ്ങളിലെ വിവേചനം തടയാൻ കർശന നടപടിയുമായി കുവൈറ്റ് രംഗത്ത് തന്നെയുണ്ട്. മാൻ പവർ അതോറിറ്റിയാണ് സ്വകാര്യ തൊഴിൽ മേഖലയിൽ പ്രായം, ലിംഗം തുടങ്ങിയവയിലെ വിവേചനങ്ങൾ വിലക്കിക്കൊണ്ട് പ്രത്യേക വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി, മാൻ പവർ അതോറിറ്റി ബോർഡ് ചെയർമാനുമായ ഡോക്ടർ അബ്ദുള്ള അൽ സൽമാൻ ആണ് വിജ്ഞാപനത്തിൽ ഒപ്പുവച്ചത്. പ്രായം, ലിംഗം, സാമൂഹ്യസ്ഥിതി, ഗർഭാവസ്ഥ എന്നിവ മുൻനിർത്തി തൊഴിലാളികളെ വിവേചിച്ചു കാണുന്നത് വിലക്കിക്കൊണ്ടാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെയും എണ്ണ മേഖലയിലെയും മുഴുവൻ തൊഴിലാളികൾക്കും നിയമം ബാധകമാണെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ തൊഴിൽ ചട്ടം അനുശാസിക്കുന്ന കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ കുവൈറ്റിലെ സ്വകാര്യ സ്കൂളുകളിൽ സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ മാൻ പവർ അതോറിറ്റി പദ്ധതിയിടുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അറബി ഭാഷ, ഇസ്ലാമിക പഠനം, ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള സ്വദേശികൾക്കായാണ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ അവസരമൊരുക്കുന്നത്. ഇതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട്. അതേസമയം പ്രവാസികളെ തേടിയെത്തുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുവൈറ്റ് തൊഴിൽ കമ്പോളത്തിൽ 2 ലക്ഷത്തിലേറെ പേരുടെ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ. 2020 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. 15 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഈ കാലയളവിൽ കുവൈറ്റ് തൊഴിൽ കമ്പോളം വിട്ടതെന്ന് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ രാജ്യം വിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.